എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂരപ്പൻ അങ്ങനെയാണല്ലേ, ചില സമയം നമ്മളെ പെട്ടെന്ന് വല്ലാതെ അങ്ങ് ചേർത്ത് പിടിച്ചു കളയും. അങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ട്. അയച്ചു തന്നിരിക്കുന്നത് രജനിയാണ്. ഹരേ കൃഷ്ണ. ഞാനൊരു ചെറിയ കൃഷ്ണഭക്തയാണ്. എല്ലാ ആഴ്ചയിലും ഞാൻ ഗുരുവായൂർ പോകാറുണ്ട് കേട്ടോ. കണ്ണനെ കാണാൻ എത്ര തിരക്കുണ്ടെങ്കിലും കണ്ണനെ കണ്ടിട്ടേ മടങ്ങാറുള്ളൂ. അങ്ങനെ ഞാൻ കുലസമർപ്പണത്തിന്റെ അന്ന് പോകാൻ തീരുമാനിച്ചു. കുല മേടിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. ഞാൻ കണ്ണനോട് പറഞ്ഞു, കണ്ണാ എനിക്ക് പൈസ ഇല്ല, അടുത്ത വർഷം തരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് കയറി. അടുത്ത ബസ് കാത്തു നിൽക്കുന്നു. അപ്പോഴാണ് എൻ്റെ അടുത്ത ഒരു ബന്ധു വലിയ ഒരു കൊലയുമായിട്ട് എൻ്റെ അടുത്ത് നിൽക്കുന്നു. ഞാൻ ആദ്യം ഒന്നും മിണ്ടിയില്ല. അങ്ങനെ ബസ് വന്നു. ബസ്സിൽ കയറി. കുറച്ച് പ്രായമായ ഒരു അച്ഛനായിരുന്നു. അവരുടെ അടുത്ത് തന്നെ ഇരിക്കാൻ സീറ്റ് കിട്ടി. ആ അച്ഛന് ആ കുല എടുക്കാൻ വയ്യ, അത്രയും വലിയ കുലയാണ്. ബസ്സിലുണ്ടായിരുന്ന ആളുകൾ കയറ്റി വെച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, രജനി അല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, അതേ എന്ന് പറഞ്ഞു. നീ എവിടെ പോകുന്നു? ഞാൻ ഗുരുവായൂർ പോവുകയാണ് എന്ന് മറുപടി പറഞ്ഞു. ഞാനും അവിടേക്കാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരെത്തി. ഇറങ്ങാൻ നേരം കുല എടുക്കാൻ ആരുമില്ല. അപ്പം ഞാനും അവിടെ നിന്നൊരു ഏട്ടനും കൂടി ബസ്സിൽ നിന്ന് ഇറക്കി വെച്ചു. ആർക്കും ഒന്നുമില്ല, അത്രയും വലിയ കൊലയാട്ടോ. ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞാനും ഒരു ഏട്ടനും കൂടി അമ്പലത്തിലെത്തിച്ചു. ആ ഏട്ടൻ അവിടെ വെച്ച് പോയി. ഞാൻ ഒറ്റയ്ക്കായി. അവിടെ ചെന്നപ്പോൾ വലിയ കുല. എന്താ ചെയ്യുക? ഇതിനെ ഒറ്റയ്ക്കാക്കി പോകാനും തോന്നുന്നില്ല. ഒരുവിധം ആ ക്യൂ അങ്ങനെ നീങ്ങി. കുല ഞാൻ പിടിക്കേണ്ടി വന്നു. അച്ഛന് വയ്യായിരുന്നു, ഒന്നും ചെയ്യാൻ വയ്യ. അപ്പം ഞാൻ വിചാരിച്ചു, ഇത് ഇവിടെ വെച്ചതിന് ശേഷം എനിക്ക് തൊഴാമെന്ന്. അങ്ങനെ വിചാരിച്ച് ഞാൻ ഇതിൻ്റെ കൂടെ കൂടി. അങ്ങനെ വരി എത്തുന്നത് വരെ ഞാൻ കുല പൊന്തുന്നില്ല കേട്ടോ. എന്നാലും അവിടെ ഇടയ്ക്ക് വെച്ച് വരി നീങ്ങി. ആ അച്ഛനും എൻ്റെ കൂടെ വന്നു. വരി നീങ്ങിപ്പോയി. ഉള്ളിൽ കടന്നു. നോക്കുമ്പോൾ നേരെ ശ്രീകോവിലിനുള്ളിൽ കണ്ണൻ ഇരുന്ന് ചിരിക്കുന്നു കേട്ടോ. ഇത്രയും വലിയ ഭാഗ്യം എനിക്ക് തന്നല്ലോ കണ്ണാ എന്ന് പറഞ്ഞ് ഞാൻ കുല കൊടിമരത്തിൻ്റെ ചുവട്ടിൽ വെച്ചു. ഭഗവാൻ എന്നെ കൊണ്ട് അവിടെ വെപ്പിച്ചു. എന്നിട്ട് ആ അച്ഛനോട് എടുത്തു വെച്ച് തൊഴാൻ പറഞ്ഞു. അത്രയും വലിയ കരുണ കാട്ടിയ കണ്ണനോട് എന്താ പറയുക. നേരെ ശ്രീകോവിൽ പോയി ഭഗവാനെ നന്നായി കണ്ട് ആ അച്ഛനുള്ളത് കൊണ്ട് അവിടെ രണ്ടുപേരെയും നിർത്തി തൊഴിച്ചു. എല്ലാം അവിടെ തൊഴുത് പുറത്തു വന്നു. കൊടിമരത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ വീണ്ടും തൊഴാൻ ഭാഗ്യം തന്നു. 2 പ്രാവശ്യം ഭഗവാനെ കണ്ട് തൊഴുതു. സന്തോഷം കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ കുല കാരണം എനിക്ക് കുല കൊടുക്കാൻ പറ്റാത്ത വിഷമം ഉണ്ടായിരുന്നു. അതങ്ങോട്ട് മാറ്റിയും തന്നു. കണ്ണൻ അങ്ങനെ പ്രസാദം ഊട്ടും തന്നു. 5 തരം കറികളും ഒക്കെ കഴിച്ച് അത്രയും ഗംഭീരമായിട്ട് ആ കുല കൊടുക്കുന്ന അന്ന് കൊലയും കൊടുക്കാനും സാധിച്ചു. അച്ഛൻ്റെ കൂടെ ആണെങ്കിലും തൊഴാനും പറ്റി. എന്താ കഥ കണ്ണ. ഇത് സാറിൻ്റെ ശബ്ദത്തിലൊന്ന് പറയണം കേട്ടോ. അത് കേൾക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇതാ പറഞ്ഞിരിക്കുന്നു, കൊല കൊടുക്കണം എന്നല്ലേ ആഗ്രഹിച്ചുള്ളൂ. അപ്പോൾ കൊല കൊടുക്കാനും പറ്റി, ഭഗവാനെ തൊഴാനും പറ്റി. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു അനുഭവം രാവിലെ തന്നെ പറയാൻ പറ്റിയത് എന്തൊരു സുഖമാണ്. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. 7 പേർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനം നൽകുന്നുണ്ട് എല്ലാ മാസവും. ജോയിൻ ബട്ടണിലൂടെ വരാം. ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. എല്ലാവരിലേക്ക് എത്തിക്കട്ടോ. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. എല്ലാവരും. ഹരേ കൃഷ്ണ.